ഒരു നുള്ളു കാക്കപ്പൂ കടം തരുമോ? ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാം. അധരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ? അതു നിന്റെ ചുടികളിൽ വിടന്നതല്ലേ? ഒരു നുള്ളു കാക്കപ്പൂ കടം തരുമോ? ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാമോ? നമസ്കാരം, എല്ലാവർക്കും ഗാനാമൃതത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഓണം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുവാണ്. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് രതീഷാണ്. രതീഷ്, നമസ്കാരം. നമസ്കാരം. എന്താണ് ഓണം ആഘോഷം ഒക്കെ? ഓണാഘോഷം എന്താണ്, പതിവ് പോലെ ഫാമിലിക്കൊപ്പം സദ്യയൊക്കെ ഒരുക്കി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് നമ്മള്. അതാണ് ആഘോഷങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഓണ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആക്റ്റീവ് ആവാൻ പോവാണ്. അപ്പൊ നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങാം. ആരൂത്തുമൊഴിക്ക് വെറും പാൺമുളം തണ്ടിനു പോലും ഏതോ വിൺവനം തൂകി ഒരു പനിമഴത്തുള്ളി തൻ കാവ്യം. ഏതോ രാവിൻ ഓർമ്മ പോലും സാന്ത്വനങ്ങളായി കുളിരും മണ്ണിൽ കാണാറായി ഹേമരാഗകണങ്ങൾ. പൂത്താലം വലം കൈയിലേന്തി വാസന്തം മധുമാരിയിൽ സുമരാജി കാറ്റിൻ തൂവൽ തഴുകി കന്യാവനമിളകി. താങ്ക് യു. സൂപ്പർ. രഞ്ജിത്തിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ അതെ. ഞാൻ സത്യം പറഞ്ഞ ചേച്ചി പാടി കേട്ടാണ് ഈ പാട്ട് പഠിച്ചത്. പഠിക്കാനായിട്ട് ചേച്ചിയാണ് ഇതൊരു പ്രചോദനം. അതെ അതെ, നല്ലൊരു പാട്ടല്ലേ? നല്ലൊരു പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ രതീഷ് ഇവിടെ എന്ത് ചെയ്യണം? ഞാനിവിടെ ഒരു സ്പാനിഷ് കമ്പനിയിലെ ഓപ്പറേഷൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഇപ്പം 18 വർഷം കഴിഞ്ഞു. 18-20 തോന്നുന്നു. അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ജോലി മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? സത്യം പറഞ്ഞാൽ ജോലി നല്ല ടൈറ്റായിട്ട് പോകുന്നതായത് കാരണം നമുക്ക് ഒരു മ്യൂസിക്കിലേക്ക് കുറച്ച് ഇറങ്ങാൻ നമുക്ക് ഈ സ്ട്രെസ് ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. അത് കാരണം സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു മെയിൻ ഉപാധി നമ്മുടെ മ്യൂസിക്കാണ്. അതെ അതെ, തീർച്ചയായും. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് സമയം കണ്ടെത്തിയാൽ സ്ട്രെസ് കുറച്ച് കുറഞ്ഞോളൂ. നമ്മളതിന് അതുകൊണ്ട് സമയം എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പാട്ട് കുഞ്ഞിലേ പഠിച്ചിട്ടുണ്ട്. പാട്ട് പാരമ്പര്യമായിട്ട് ഫാമിലി ഒക്കെ മ്യൂസിക് സംഗീതമുണ്ട്. ഫാമിലിയിലെ എല്ലാവരും പാടും. ഇപ്പം എൻ്റെ കുടുംബത്തിലെ അച്ഛൻ്റെ സിസ്റ്റേഴ്സ് 3 പേര്, അവരെല്ലാവരും പാടും. മക്കളെല്ലാവരും, കൊച്ചുമക്കളെല്ലാവരും പാടും. ഒരു മ്യൂസിക് ഫാമിലിയാണ്. അപ്പം അങ്ങനെ ഒരു ഫാമിലിയിൽ ജനിക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യം. അതൊരു ഭാഗ്യമാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം ചില ഫാമിലീസിൽ നമ്മൾ ഒരാളായിരിക്കും പാടുന്നത്, അല്ലെങ്കിൽ പാട്ട് ആയിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ രതീഷിനെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഫുൾ പാട്ടുകാരാണ്. ഫാമിലി എല്ലാം പാട്ടുകാരാണ്, പക്ഷെ അവരൊന്നും പുറത്ത് പാടുന്നവരല്ല. എല്ലാവരും പാടുന്നേ ഉള്ളൂ, അവരെല്ലാവരും പുറത്ത് അല്ല. എങ്കിലും ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ കച്ചേരിയൊക്കെ ചെയ്യാറുണ്ട് രതീഷ്? അങ്ങനെ ചെയ്യാറൊന്നുമില്ല, പക്ഷെ ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അതെ. അപ്പോൾ ഏതാണ്, കച്ചേരി പാടുമ്പോഴാണോ അതോ ഫിലിം സോങ്സ് പാടുമ്പോഴാണോ കൂടുതൽ
ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്? രണ്ടും ഒരുപോലെ തന്നെയാണ്. പിന്നെ കൂടുതലും കർണാട്ടിക്കാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത് ഒരു സമയം വരെ. പിന്നെ കോളേജൊക്കെ കഴിയുന്ന ആ സമയത്തോടുകൂടിയാണ് നമ്മൾ സിനിമാ പാട്ട് പാടേണ്ട ഒരു ആവശ്യത്തേക്ക് വരുന്നത്. കാര്യം അതുവരെ കർണാട്ടിക്കായിരുന്നില്ല. അപ്പം പ്രാക്ടീസും എല്ലാം അങ്ങനെ പോകുമായിരുന്നു. പിന്നെ കോളേജിലൊക്കെ വന്നപ്പോൾ ആൾക്കാരൊക്കെ സിനിമാ പാട്ടുകൾ പാടാൻ ചോദിക്കുമ്പോൾ അപ്പം നമുക്ക് അറിയാത്തൊരവസ്ഥ. അങ്ങനെ പിന്നെ പതിയെ അങ്ങനെ പാടി. ഇപ്പം രണ്ടും ഒരുപോലെ തന്നെയാണ്. രണ്ടും ഒരുപോലെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു. കോളേജിൽ പാട്ടൊക്കെ പാടുമായിരുന്നോ കോളേജിൽ പഠിച്ച സമയത്ത്? അപ്പോൾ കോളേജിൽ പാടിയ ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ? കോളേജിൽ പാടിയത് ഇപ്പം പാടുന്ന പാട്ടുകളൊക്കെ തന്നെയാണ് എപ്പോഴും പാടുന്നത്. എന്നാലും നമുക്ക് ഇപ്പം നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ഞാൻ കോളേജിൽ പാടിയതാണ്, അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വരുന്ന ഒരു പാട്ട്. പവിഴം പോൽ. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപ്പാൽമണികൾ ഘനമാർന്നതില്ലേ, മദകൂജനമാർന്നിണപ്രാക്കളില്ലേ, പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാ കുളിർച്ചൂടിവരാ, പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊൻകുളം പോ. ഇതൊന്നും ഇപ്പം അങ്ങനെ പാടാറില്ല. ഒരുപാട് നാളായി. ഇപ്പം തന്നെ വേദിയിൽ പാടിയിട്ട് ഒരുപാട് നാളായില്ല. അതെ അതെ അതെ. അങ്ങനെ പാട്ടുകൾ കുറവാണ്. പാട്ട് വീട്ടിലെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ രതീഷ്. പ്രാക്ടീസ് ഉണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീക്കെൻഡ്സ് ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഇരിക്കും. അപ്പോൾ ഒരുപാട് പരിപാടികൾ അങ്ങനെ വിട്ടു പോകും. ഒരുപാട് നാൾ കൂടി ഒരു 3-4 മാസം കൂടി കഴിഞ്ഞ ദിവസം ഒരു പാട്ട് റെക്കോർഡ് ചെയ്തത്. ഏത് പാട്ടായിരുന്നു അത്? പഠിച്ച് വാലിന്മേൽ പോകും. അതെ അതെ, അത് നല്ലൊരു പാട്ടല്ലേ. അതെ, ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസം ഒന്ന് കേട്ട്. അപ്പം കുറച്ച് പുതിയ പാട്ടുകൾ പഠിക്കാനായിട്ട് നമ്മൾ ഒരുപാട് കേട്ടതാണെങ്കിലും പഠിക്കാത്ത കുറച്ച് പാട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാട്ട് ഞാനിങ്ങനെ പഠിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടപ്പം അതിനൊരു അട്രാക്ഷൻ തോന്നി. അപ്പോൾ അതിങ്ങനെ പഠിക്കാൻ നോക്കിയാണ്. ഒരുപാട് പഴയ പാട്ട്. അതൊരു രണ്ടുപേര് പഠിക്കുമോ? പ്രിയതരമായൊരു സ്വപ്നമുറങ്ങി ഇനിയുണരാതെയുറങ്ങി, പ്രിയതരമായൊരു സ്വപ്നമുറങ്ങി ഇനിയുണരാതെയുറങ്ങി, ഇവിടെ വെറുതെയിരുന്നിൻ ഓർമ്മകളിന്നും പാടുന്നു, ഓരോ കഥകൾ പറയുന്നു, ചമ്പകപുഷ്പ സുവാസിതയാമം ചന്ദ്രികയുണരും യാമം. ഇതെല്ലാം കറക്റ്റ് ചെയ്യാനുണ്ട്. അയ്യോ കഴിഞ്ഞോ? ഞാനിങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കും. മൊത്തം പാടി ചളവാക്കണ്ട, ഒഴിവാക്കിയത്. അല്ല, നല്ല പാട്ട്, നല്ലൊരു പാട്ടാ അത്. രതീഷിന്റെ വോയിസിൽ കേട്ടപ്പോണ്ടല്ല, അത് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്കും നന്നായിട്ട്. പക്ഷെ ഫുള്ള് കേൾക്കണമെന്നുണ്ട്. അതന്നെ ഒരു നമ്മൾ പഠിച്ചിട്ട്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ വൈഫും 2 കുട്ടികളും. വൈഫ് ഹൗസ് മേക്കറാണ്, ഹോം മേക്കർ, സോറി. 2 കുട്ടികൾ, 2 പേരും ഇവിടെ IHS പഠിക്കുന്നു. മോള് 10ാം ക്ലാസ്സിലും മോൻ 3ാം ക്ലാസ്സിലും. 2 പേരും പാട്ട് പാടുമായിരിക്കും. 2 പേരും. മോള് വയലിനും കൂടി പഠിക്കുന്നുണ്ട്. പിന്നെ മോൻ ഇതുവരെ പാടി തുടങ്ങിയിട്ടില്ല. പാടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും പാടും. പാടട്ടെ. അതെ അതെ, പാടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് നല്ല ഇതായിട്ട് ഒരു മ്യൂസിക്, എന്തായാലും മ്യൂസിക് ഫാമിലിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് അവർക്ക് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ രതീഷിനെ ഇൻസ്പയർ ചെയ്ത ഒരു സിംഗർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ദാസേട്ടൻ, ഹരിഹരൻ, ജയചന്ദ്രൻ സാർ, എല്ലാവരും
ശരത് സാറ്, ഇവരെല്ലാം, പിന്നെ ചിത്ര ചേച്ചി, ഇവരെല്ലാം നല്ല സിംഗേഴ്സ് ഉണ്ട്. ഇവരെല്ലാം പാട്ടുകൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ചേച്ചി തന്നെ പാടുന്ന ഒരുപാട് പാട്ടുകൾ നമ്മൾ ഇങ്ങനെ പുറം വേദിയിൽ പാടാൻ പറ്റാത്തതുകൊണ്ട് പാടാത്ത ഒരുപാട്, നീലക്കുറിഞ്ഞികള്, നാഥാ നീ വരും, പിന്നെ ഗോപിക്ക്, അതൊക്കെ നമ്മൾ എപ്പോഴും ഫേവറേറ്റ്സ് ആണ്. പക്ഷെ നമ്മൾ പാടേണ്ടി വരാറില്ല, പാടാറില്ല. ഫീമെയിൽ സോങ്സ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പാടാറില്ലല്ലോ. അങ്ങനെയുള്ളു. എന്നാലും നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമുക്ക് പാടാലോ. അല്ല, നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പാടും, അല്ലാതെ നമ്മള് സ്റ്റേജിൽ അങ്ങനെ പാടുന്നില്ല. സ്റ്റേജിൽ പാടുന്ന പാട്ടുകളാണല്ലോ നമ്മൾ എപ്പോഴും നന്നായിട്ട് പഠിക്കുന്നത്. അത് കാരണം അങ്ങനെയുള്ള പാട്ടുകൾ സ്റ്റേജിൽ പാടാൻ വേണ്ടിയിട്ടാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതെ അതെ അതെ. നമ്മൾ അല്ലാതെ കുടുംബ സദസ്സുകൾ നമ്മൾ പാടുന്നത് വെറുതെ അങ്ങനെയുള്ള ഇഷ്ടമുള്ള പാട്ടുകൾ പാടും. അപ്പൊ അങ്ങനെയൊക്കെ പാടാറുണ്ട്. അല്ലാതെ ഇവിടെ ഒത്തിരി സ്റ്റേജുകളിൽ രതീഷ് പാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് ഒരു നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയ പാട്ട് ഏതാണ്? ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ ശ്രീരാഗമ പാടി കേട്ടിട്ടുണ്ട്. വികാര നൗകയുമായി, അതൊക്കെ സ്ഥിരം പാടുന്നത്. അതൊന്നും പാടരുതെന്ന് പ്രത്യേകം പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും പാടരുത് എന്ന് പറഞ്ഞിട്ടാണ് എവിടെയും പാടുന്ന ഒരു. എന്നോട് ചോദിച്ചാൽ പണ്ടൊക്കെ നേരത്തെ പാടിക്കൊണ്ടിരുന്നത് ദേവാംഗനങ്ങൾ. ആര് പാടാൻ പറഞ്ഞാൽ ആദ്യം ദേവാംഗനങ്ങൾ പാടുമായിരുന്നു. അപ്പം പിന്നെ ഇല്ല, അതിനുശേഷം ഒരുപാട് പാട്ടുകൾ മാറി 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 വന്നിട്ട് വികാരനൗകയുമായും കഴിഞ്ഞു. ഇനിയിപ്പം ഒരു പാട്ട് കണ്ടുപിടിക്കണം. അത് ഞാൻ ആലോചിച്ച് ഇത് പാടാൻ ഇതൊരു ഓപ്ഷനായിട്ട് വെക്കാം. തീർച്ചയായിട്ടും ഇതെന്തായാലും ഒരു ഓപ്ഷനായിട്ട് വെക്കണം. നല്ല പാട്ടാണ്, അത്ര നല്ല പാട്ടാണ് ഇത്. ഈ പാട്ടുണ്ട്, അതുപോലെ ചന്ദ്രബിംബം. ചന്ദ്രബിംബമൊക്കെ പാടിയിട്ടുണ്ട്. പാടുന്ന പാട്ടുകൾ സ്ഥിരമായിട്ട് പാടുന്ന അല്ലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ പാടാറുള്ള പാട്ടുകളാണ്. അങ്ങനത്തെ കുറെ പാട്ടുകളുണ്ടല്ലോ. ആ ഒരു അങ്ങനെ ആ ടൈപ്പിൽ ഒരുപാട് പാട്ടുകൾ. അതെ അതെ അതെ. അപ്പോൾ ഇനി ഇവിടുത്തെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴത്തേക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. വികാരം നൗകയുമായി പാടുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാഗമോ, പ്രമദവനം. അപ്പോൾ സൂര്യക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ്? മഞ്ചാടി മണി കൊണ്ടെന്ന് പറയുന്നത് അവള് പറഞ്ഞിട്ട് ഞാൻ പഠിച്ചതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ കരോക്കെ നാട്ടിൽ നിന്ന് വരുത്തി നമ്മുടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിലെ രണ്ടുപേര് പാടാം. ചിറ്റോളഞ്ഞൊറികൾ കിങ്ങിണിത്തോണിയിൽ മെല്ലെ തഴുകുമ്പോൾ അലകളിൽ പുഞ്ചിരി നുരയുമ്പോൾ ആൽത്തറക്കാവിലെ മണ്ഡപക്കോണിലാ മിഴികൂമ്പി മൗനമാർന്നതിൻ്റെ കളമൊഴിയേ. അമ്പലമണികൾ തേടുകയായി നിൻ ശ്രുതിമന്ത്രം കാണാക്കൊമ്പിൽ സാന്ദ്രമൊഴുകി വേണുഗാനം. മഞ്ചാടി മണി കൊണ്ട് മാണിക്യക്കൂടം നിറഞ്ഞു. തില്ലാന പാടുന്ന വനമലർക്കിളിയായി മനസ്സ്, തങ്ക മനസ്സ്. ആരതിപ്പൂത്തിങ്കൾ ദൂരെ തൊഴുതുണർന്നു. കുളിരാ കുന്നിലായി നിഴലൂന്നു വീണ വഴി നീളെ തുടിമഞ്ഞു തിന്നു പോയി. മഞ്ചാടി മണി കൊണ്ട് മാണിക്യക്കൂടം നിറഞ്ഞു. തില്ലാന പാടുന്ന വനമലർക്കിളിയായി മനസ്സ്. പുതിയൊരു പാട്ട് ഇതുവരെ അങ്ങനെ വേദിയിൽ പാടിയിട്ടില്ല. അങ്ങനെ ഇപ്പൊ പുതിയ പാട്ടുകൾ പഠിച്ചു തുടങ്ങുകയാണ് അല്ലേ? ഞാൻ പുതിയ പാട്ടുകൾ പഴയ നമ്മുടെ ആ ലിസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ ലിസ്റ്റിലേക്ക് കയറണം. അപ്പോൾ ഇനി രതീഷിന്റെ പുതിയ കുറെ പാട്ടുകൾ നമുക്ക് കേൾക്കാം. അതെ അതെ, പുതിയ പാട്ടുകൾ പഠിക്കണം. പഠിച്ച് തുടങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടേ ഉള്ളൂ.
നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന പോലെ ഇനി ഇനി പുതിയ ഈ ഗാനാമൃതം കഴിഞ്ഞാൽ അടുത്ത് പുതിയ പാട്ടുകൾ ഞാൻ പഠിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താം. തീർച്ചയായും എന്തായാലും കുറച്ച് പാട്ടുകൾ പഠിക്കണം. അതെ. പക്ഷേ എങ്കിലും ഈ ഗാനമേളകൾക്ക് ആൾക്കാർ ചോദിക്കുന്ന എല്ലാം നമ്മൾ പണ്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ തന്നെ ഇപ്പോഴും ചോദിക്കുന്നത്. അതെ അതെ. അത് ഇപ്പോൾ ഏത് ഗാനം, ഇപ്പോൾ രാമായണ കാറ്റൊക്കെ ആയാലും ഇപ്പോഴും നമ്മൾ പാടുന്നത് രാമായണ കാറ്റെ പാടും, അതെ അതെ, വേൽമുരുക പാടും. അത് അങ്ങനെ ഒരു ഓഡിയൻസിന്റെ ഒരു ആരെങ്കിലും ചോദിക്കും എന്തായാലും. അതെ 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 അതെ. പുതിയ പാട്ടുകൾ എത്ര പാടിയാലും ഈ പാട്ടുകളും ചോദിക്കാറുണ്ട്. അതെ, ഇപ്പോഴും ചോദിക്കും. അപ്പോൾ ഇവിടെ രതീഷ് ഒത്തിരി നമ്മുടെ സിംഗേഴ്സിൻ്റെ കൂടെയൊക്കെ പാടിയിട്ടില്ലേ സ്റ്റേജിലൊക്കെ? സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. ഞാൻ പന്തളം ബാലചേട്ടൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, മധുചേട്ടൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, മധുബാലകൃഷ്ണൻ. പിന്നെ അനൂപ് ശങ്കറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് ഭാഗ്യങ്ങളുണ്ടായി. അതെ അതെ. അപ്പോൾ അവരോടൊക്കെ പാടുമ്പോഴത്തേക്ക് എങ്ങനെയാ ഒരു എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. പിന്നെ മധുചേട്ടൻ്റെ കൂടെ പാടുമ്പോൾ പടകാളി ചണ്ടിച്ചെങ്കി പാടേണ്ടി വന്ന ഒരു സാഹസമായിരുന്നു അത്. അവരൊക്കെ എന്നും പാടുന്ന പാട്ടുകൾ, നമ്മളങ്ങനെ പാടാത്ത പാട്ടുകൾ പാടുമ്പോഴുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ദൈവം കൈവിട്ടില്ല. അത് കാരണം ഒപ്പം നിൽക്കാൻ പറ്റി, പിടിച്ചു നിൽക്കാൻ പറ്റി. അല്ല, അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അത് തീർച്ചയായിട്ടും അവരോടൊപ്പം ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയും. ബാലൻചേട്ടൻ അതുപോലെ തന്നെ. ബാലൻചേട്ടനൊക്കെ ബാലൻചേട്ടൻ്റെ കൂടെ ഏത് പാട്ടായിരുന്നു പാടിയത്? ബാലൻചേട്ടൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പാടിയത് ഇതാണ്, വേൽമുരുകയാണ് പാടിയത്. പിന്നെ എല്ലാം ബാലൻചേട്ടൻ്റെ കൂടെ പാടാൻ ഒരു വേദി നമുക്ക് ഒത്തു, റെഡിയായി വന്നു. അതൊക്കെ ഒരു സന്തോഷമാണ്. അത് അങ്ങനെയുള്ള സിംഗേഴ്സിനോടൊപ്പം പാടുക, അപ്പം നമുക്കും അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലേ അവരോടൊപ്പം പാടുമ്പോൾ. അപ്പോൾ അങ്ങനെ വലിയൊരു സിംഗർ അവരെയൊക്കെ പോലെ ആവണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ആഗ്രഹമുള്ള പോലെ എനിക്കുണ്ട്. പിന്നെ നമ്മുടെ പാട്ടിൽ നിന്ന് മാറി നമ്മളിങ്ങനെ പോന്നു, ഇവിടെയായി. അപ്പം ഇനിയിപ്പം ജോലി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പാട്ടൊരു സൈഡിലാണെങ്കിലും ഒരു പാഷനാണ് ഇപ്പോഴും. അതെ അതെ. അതൊരു സൈഡ് ആക്കരുത് ശരിക്കും പറഞ്ഞാൽ. അതിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സമയം നമുക്ക്. അതെ അതെ. നമുക്ക് എനിക്ക് 2 ദിവസം അവധി ഉണ്ടെങ്കിൽ പോലും അത് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് കൂടി അറിയില്ല. അതുപോലെ തിരക്കായിട്ട് പോകും. പിന്നെ എല്ലായിടത്തും എങ്ങനെയെങ്കിലുമൊക്കെ എത്താറുമുണ്ട്. അതിനൊരു അതെ അതെ, നമുക്ക് എല്ലാം മാനേജ് ചെയ്യണമല്ലോ. എല്ലാം മാനേജ് ചെയ്യണം. ഇപ്പം വീക്കെൻഡ്സ് നൈറ്റ്സ് ഒക്കെയാണ് നമ്മൾ പാട്ടിന് വേണ്ടി ഇരിക്കുന്നത്, വെള്ളിയാഴ്ചകളിൽ. അങ്ങനെയൊക്കെയാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടെ പിന്നെ ഒരുപാട്. അപ്പോൾ അവരൊക്കെ ഏറ്റവും കൂടുതൽ രതീഷൻ പാടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്? ഒരുപാട് പാട്ടുകൾ, എല്ലാവരും ഓരോ പാട്ടുകൾ പറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ രതീഷ് എൻജോയ് ചെയ്ത് പാടുന്ന പാട്ട് ഏതാണ്? ഞാൻ എൻജോയ് ചെയ്യുന്ന പാട്ടുകളൊന്നും ഇന്ന് പാടുന്നില്ല. പക്ഷേ എങ്കിലും എനിക്കിഷ്ടമാണ് പഴന്തമിഴ് പാട്ട്, ഒരു പ്രത്യേക രാഗത്തിലുള്ള. അപ്പം അത് വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിധുരയാമീ വീണപ്പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം കൺമതിലും കാരിരുളും കണ്ടറിഞ്ഞ വിങ്ങലുകൾ. പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. സരസസുന്ദരി മണി നീ
ഉറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരലിൽ നിന്നും വഴുതി വീണു വിരസമായൊരാദിതാളം പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. താങ്ക് യു. ശരിക്കും ആസ്വദിച്ച് പാടി അല്ലേ? അപ്പോൾ ഈ മലയാളം പാട്ടുകൾ മാത്രമേ പാടാറുള്ളൂ? മലയാളം പാട്ടുകൾ മാത്രമല്ല പാടാറുള്ളത്, വളരെ റെയറായിട്ട് മാത്രം ഞാൻ തമിഴ് തമിഴ്. അപ്പോൾ ഒരു തമിഴ് പാട്ട് കൂടെ രാജേഷേ. ഇളമയൻ പൂങ്കാറ്റ് പാടിയത് ഓർ പാട്ട് ഒരു പൊഴുതിയോരാശை സുഖം സുഖം അതിലേ ഒരേ സുഖം. ഇളമയനും പൂങ്കാറ്റ് പാടിയത് ഓർ പാട്ട് ഒരു പൊഴുതിയോരാശை സുഖം സുഖം അതിലേ ഒരേ സുഖം. ഒരേ വീണൈ ഒരേ രാഗം ഒരേ വീണൈ ഒരേ രാഗം ഒരേ വീണൈ ഒരേ രാഗം. SPBയുടെ എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ്. ഒരു കാര്യം പറ്റേ, നല്ല വോയിസ്. ഓ താങ്ക് യു ചേച്ചി. ഭയങ്കര എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് രതീഷിൻ്റെ വോയിസ് കേട്ടോ. ഏത് പാട്ട് കേട്ടാലും ഇപ്പം ട്രാക്കില്ലാതെ നമ്മൾ പ്ലെയിനായിട്ട് പാടുന്നില്ല, പക്ഷെ കേൾക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ ഈ തമിഴ് പാടൊക്കെ പഠിക്കാൻ പാടാൻ നമ്മുടെ വോയിസിന് മാച്ച് ആവുമോ എന്നൊക്കെ കരുതി. ഇല്ല, ഇതൊക്കെ എന്തോ നന്നായിട്ട് പാടുന്ന പാടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും പഠിക്കാൻ തുടങ്ങുമല്ലേ നമ്മൾ. ഇനി തമിഴ് ഹിന്ദി ഇത് കഴിഞ്ഞ ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എങ്കിലും തമിഴിലേക്ക് ഹിന്ദിയിലേക്കൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടെ പാടിയാലോ? നമ്മൾ പാടിയിട്ടുണ്ട്, ജസ്റ്റ് അത് പാടാം. കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ കിളിമകളേ കിളിമകളേ പഴമുതിരും ചോലകളിൽ പാടാൻ വാ കഥ പറയാൻ വാ പാടാൻ വാ കഥ പറയാൻ വാ. കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ കിളിമകളേ കിളിമകളേ കളമുതിരും ചോലകളിൽ പാടാൻ വാ കഥ പറയാൻ വാ പാടാൻ വാ കഥ പറയാൻ വാ. കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ കിളിമകളേ കിളിമകളേ പഴമുതിരും ചോലകളിൽ പാടാൻ വാ കഥ പറയാൻ വാ പാടാൻ വാ കഥ പറയാൻ വാ. ഒത്തിരി സന്തോഷം രതീഷ്, നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ സംസാരിക്കാൻ പറ്റി, നമുക്ക് ഒരുമിച്ചൊരു പാട്ട് പാടാൻ പറ്റി. എല്ലാത്തിനും ഒത്തിരി സന്തോഷം. ഒരുപാട് സന്തോഷം ചേച്ചി, എനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഇനിയും കാണണം, ഇനി പ്രോഗ്രാംസായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. തീർച്ചയായും തീർച്ചയായും.
നന്ദി, നമസ്കാരം. ഗാനാമൃതത്തിലെ സിംഗേഴ്സിന് ഡെൽമ ആയുർവേദിക്ക് നൽകുന്ന ഒരു 100 ദിർഹംസിൻ്റെ ഗിഫ്റ്റ് ഉണ്ട്. അവിടെ പോയി 100 ദിർഹംസിന് ഫ്രീ ആയിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണം എടുക്കാം. താങ്ക് യു ചേച്ചി.